നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. നമ്മൾ വിഷുഫലം വളരെ കേമായിട്ട് പറഞ്ഞു. വിഷുഫലത്തിലെ ഗുണങ്ങളും ദോഷങ്ങളും ഉള്ള ഓരോ കൂറുകാരെ പറിച്ചു പറഞ്ഞു. ഈ മേടസംക്രമം നടക്കുന്ന കൂറ്, അത് തുലാക്കൂറാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ തുലാക്കൂറുമായി ബന്ധപ്പെട്ട ഓരോ വർഷവും ശൂലഫലങ്ങൾ എന്ന് പറഞ്ഞൊരു ഫലം കൂടെ ഉണ്ട്. വിഷു സംക്രമ ഫലം പോലെ തന്നെ ശൂലഫലങ്ങൾ എന്ന് പറഞ്ഞ ഇതുണ്ട്. ഈ ശൂലഫലങ്ങൾ കുറച്ചുകൂടി ചില നക്ഷത്രക്കാർക്ക് ഗുണം വരും, ചില നക്ഷത്രക്കാർക്ക് ദോഷം വരുമെന്ന് എടുത്തു പറയുന്നുണ്ട്. മറ്റത് കൂറുഫലമാണെങ്കിൽ ശൂലഫലങ്ങൾ അങ്ങനെ മാറില്ല. ശൂലഫലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മൂന്ന് ശൂലഫലമുണ്ട്. ആദ്യശൂലഫലം, മധ്യശൂലഫലം, അന്ത്യശൂലഫലം. അങ്ങനെ മൂന്ന് ശൂലഫലങ്ങളായിട്ടാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൂന്ന് ശൂലഫലത്തിലും വരുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഉള്ള നക്ഷത്രങ്ങളുണ്ട്. ഒന്ന് കാര്യം നിങ്ങൾ ചെയ്യണം, വിഷുസംക്രമവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ എന്തുകൊണ്ടാണോ, പ്രാർത്ഥന എന്താണോ അത് നിർബന്ധമായി ചെയ്യാം. ഇനി അതിനുള്ള ദോഷമുള്ള നക്ഷത്രങ്ങൾ ഇതിനകത്ത് ഗുണമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗുണം അവർക്ക് അഭിവൃദ്ധിയെ നൽകുന്നതാണ്, ശ്രേയസ് നൽകുന്നതാണ്. ഇനി അതിനകത്ത് ഗുണമുള്ള നക്ഷത്രം ഇതിനകത്ത് ദോഷമായി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും ആ പറഞ്ഞ പ്രാർത്ഥനകൾ അതുപോലെ തന്നെ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് പറയണത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയും ഇതിനകത്ത് ഇങ്ങനെയാണെന്നുള്ള തെറ്റിദ്ധാരണ പാടില്ല. രണ്ട് ഫലവും രണ്ടാണ്. ശൂലഫലം വേറെ എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷുഫലത്തിൻ്റെ ഫലം പോലെ ആയിരിക്കില്ല ശൂലഫലം വരുന്നത്. വിഷുഫലത്തിൽ ഉള്ള പോലെ ആവില്ല. അപ്പോൾ അതുകൊണ്ട് വിഷുഫലത്തിൽ പറഞ്ഞ പരിഹാരമൊക്കെ അതുപോലെ തന്നെ ചെയ്തോണം. ശൂലഫലം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ചിത്തിരയും ചോതിയും വിശാഖവും വരുന്ന ആദ്യശൂലം എന്ന് പറയുന്നത് ഈ ചിത്തിര, ചോതി, വിശാഖം 3 നക്ഷത്രക്കാർക്കാണ്. അവർക്ക് ശരിക്ക് ചിത്തിര കന്നിക്കൂറ്, ചോതി തുലാക്കൂറ്, വിശാഖത്തിൻ്റെ ആദ്യ ഭാഗം തുലാക്കൂറ്. അപ്പോൾ അവർക്കൊക്കെ അവസാന ഭാഗം കന്നിക്കൂറാണ്. അപ്പോൾ ഈ 3 നക്ഷത്രക്കാർക്ക് തുലാക്കൂറും കന്നിക്കൂറും ഒക്കെ അത്യാവശ്യം നന്നായിട്ടാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അവർക്കടെ ഈ ശൂലഫലം വരുമ്പോൾ കുറച്ച് ദുരിതങ്ങളും കഷ്ടതകളും അലസതയും മടിയും ദേഹാസ്വസ്ഥയും സാമ്പത്തിക പ്രശ്നങ്ങളും മനക്ലേശങ്ങളും ഒക്കെ അവർക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വിഷുഫലം അനുകൂലമാണെങ്കിലും അവർ നിർബന്ധമായിട്ട് വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, നവഗ്രഹങ്ങൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, നരസിംഹസ്വാമി പോലുള്ള ഭഗവാന്മാരെ പ്രാർത്ഥിക്കുക. അത് നിർബന്ധമായിട്ടും അവർ ചെയ്യുകയും കൂടെ ചെയ്താൽ മാത്രമേ ആ പൂർണ്ണമായ ഗുണഫലം അവർക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ശൂലഫലത്തിൽ ആദ്യശൂലത്തിൽ തന്നെ അനിഴവും തൃക്കേട്ടവും, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്ന് പറയുന്ന നക്ഷത്രങ്ങളുണ്ട്. അവർക്ക് വിഷുഫലത്തിൽ അത്ര നന്നായിട്ടല്ല എങ്കിലും അവർക്ക് ശൂലഫലം അനുകൂലമായതുകൊണ്ട് അടുത്ത വിഷു വരെ ഒരു പരിധി വരെ കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടാവും, അനുകൂലം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, അല്പാൽപ്പം ശ്രേഷ്ഠതയും വരും. ഇനി മധ്യശൂലം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അവിട്ടം, ഉത്രാടം, ചതയം പൂരുട്ടാതിയാണ് പറയണത്. അവർക്ക് ഏഴരശ്ശേരി വിഷയങ്ങളും പ്രാർത്ഥനയും ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. കുംഭക്കൂറുകാർക്ക് നല്ലതാണെന്നും പറഞ്ഞായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ശൂലഫലം അവർക്കെതിരായതുകൊണ്ട് അവർ ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ, ക്ലേശങ്ങൾ, അപകടങ്ങൾ, ശാരീരിക വ്യതകൾ, ബന്ധുമൃത്താദികളായിട്ട് ദുരിതങ്ങൾ, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ അവർക്ക് കാണുന്നത് കൊണ്ട് അവർ നിർബന്ധമായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക, മഹാദേവ സവിധത്തിൽ തൊഴുക, ധാരാളം നമഃശിവായ ജപിക്കുക. വിഷുഫലത്തിലെ ഫലം ഗുണമാണെങ്കിൽ പോലും ഈ ശൂലഫലത്തിൽ അല്പം ദോഷം കാണിക്കുന്നതുകൊണ്ട് അവരത് നിർബന്ധമായി ചെയ്തു പോകണം. ഏറ്റവും കൂടുതൽ നമഃശിവായ ജപിക്കുക, ശിവക്ഷേത്രം ആഴ്ച 1-2 തവണയെങ്കിലും മഹാദേവനെ തൊഴാതിരിക്കരുത്. മഹാദേവനെ തൊഴുത് ദുരിതങ്ങൾ മാറാൻ പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥന ചെയ്യും. അതുപോലെ ഭദ്രകാളി ക്ഷേത്രമുള്ള ഭജനവും അവർക്ക് 2 പേർക്ക് നല്ലതാണ്. മധ്യശൂലത്തിൽപ്പെട്ട ഈ പറഞ്ഞ പോലെ അവിട്ടവും ചതയും പൂരുട്ടായി നക്ഷത്രക്കാരാണ് പറഞ്ഞത്. ഇനി ഈ മധ്യശൂലത്തിൽ ഗുണമായിട്ട് ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി ഇത്രയും നക്ഷത്രക്കാരുണ്ട്. അതിൽ ഈ ഉത്രട്ടാതിയും രേവതിക്കും അശ്വതിക്കും അല്പം ദോഷഫലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഭരണിക്കുമൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിഷുഫലത്തിൽ. പക്ഷെ അവർക്ക് ഈ മധ്യശൂലത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുറച്ച് അനുകൂലമുണ്ടാകും, അത്ര ദുരിതത്തിലേക്ക് എത്തിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു വളരെ സന്തോഷമാണ്. ശൂലഫലം അവർക്ക് അനുകൂലമായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നക്ഷത്രക്കാർക്ക് വിഷുഫലത്തിലെ ദുരിതങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ഈ ശൂലഫലങ്ങൾ അനുഗ്രഹമായത് കാരണം കുറച്ചുകൂടെ അഭിവൃദ്ധിക്ക് സമയമുണ്ട്. പക്ഷേ മഹാവിഷ്ണു ഭജനം നന്നായിട്ട് അവർ ചെയ്തു പോകുന്നതാണ്. ആ ശൂലഫലത്തിൻ്റെ അനുകൂലാവസ്ഥ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അടുത്ത അന്ത്യശൂലത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്ത്യശൂലം മകയിരം, തിരുവാതിര പുണർന്ന 3 നക്ഷത്രക്കാരാണ്. വാഹനാപകടങ്ങൾ ഉണ്ടാവുക, വാഹനങ്ങൾക്ക് നഷ്ടം വരിക, അതുപോലെ തന്നെ ആശുപത്രിവാസം ഉണ്ടാവുക, മനക്ലേശം ഉണ്ടാവുക, സന്ധികൾക്ക് പ്രശ്നം ഉണ്ടാവുക, അപവാദങ്ങൾ ഉണ്ടാവുക, അവമാനങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ അവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ അനുകൂലമായ ഫലങ്ങൾ വിഷുഫലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും
അവർ ശൈവ വൈഷ്ണവ പ്രാർത്ഥന, ശിവനെയും വിഷ്ണുവിനെയും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക, നാമജപാദികൾ കൂട്ടുക, ഇതൊക്കെ ചെയ്തു പോകണം. എങ്കിൽ മാത്രമേ അവർക്ക് ആ പൂർണ്ണമായ വിഷുഫലത്തിൻ്റെ അനുകൂലവും കൂടെ അവർ വന്നു ചേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശൈവ പ്രാർത്ഥനയും വൈഷ്ണവ പ്രാർത്ഥനയും അവർ നിർബന്ധമായി ചെയ്തോളും. എന്നാൽ അന്ത്യശൂലത്തിൽ ആയില്യം മകം പൂരം ഉത്രം അത്തം നക്ഷത്രക്കാരെ പറഞ്ഞിട്ടുണ്ട്. ഈ ആയില്യം മകമൊക്കെ വിഷുഫലത്തിൽ കുറച്ച് ദുരിതങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ശൂലഫലത്തിൽ അവർക്ക് ഗുണം കിട്ടുന്ന കാരണം അത്ര കഷ്ടതയിലേക്ക് അവരെ തള്ളി നിടാതെ ഈ ശൂലഫലം പിടിച്ചു നിൽക്കും. ഇതൊരു വർഷത്തെ ഫലമാണ്. എങ്കിലും വൈഷ്ണവ പ്രാർത്ഥനയും വൈഷ്ണവ ദർശനവും ഈ ആയില്യം മകം പൂരം ഉത്രം അത്തം നക്ഷത്രക്കാർ അന്ത്യശൂലത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് വൈഷ്ണവ പ്രാർത്ഥനയും നാമജപാദികളും ചെയ്താൽ കുറച്ചുകൂടി ഫലങ്ങൾ കൂടുതലായി കിട്ടുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ നാമജപം നൽകുന്നതാണ്. ശരിക്കും ശൂലഫലം എന്ന് പറയുന്നത് ഒരു സംക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിഷുഫലവും അതുതന്നെയാണ്. പക്ഷേ വിഷുഫലത്തെ ഗ്രഹപ്പകർച്ചയെല്ലാം ബാധിക്കും, ശൂലഫലത്തെ ഇതൊന്നും ബാധിക്കില്ല. അതുകൊണ്ടാണ് ഗ്രഹപ്പകർച്ചയുടെ ഫലത്തിലേക്ക് കയറി വരുന്നില്ല. അപ്പോൾ ഈ സംക്രമവുമായി ബന്ധപ്പെട്ടാണ്. വിഷുഫലം കുറച്ചുകൂടി നമുക്ക് അനുഗ്രഹം നൽകുന്നവർക്ക് അനുഗ്രഹം കൂടുന്നുണ്ട്. കഷ്ടത വന്നവർക്ക് ശൂലഫലത്തിൽ അനുഗ്രഹം വന്നെങ്കിൽ അവിടെ കഷ്ടതകൾക്ക് കാഠിന്യം കുറയുന്നുണ്ട്. അതുകൊണ്ട് അത് ചെയ്യുന്നത് നല്ലതാണ്. നമസ്കാരം. ഗോവിന്ദൻ പുരി.